ഹലോ എവരിവൺ. സ്പിരിച്വൽ എവേക്കനിങ്, നമ്മൾ ബോധോദയം, ജ്ഞാനോദയം, ആത്മീയമായ ഉണർവ് എന്നുള്ള പദങ്ങളൊക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് സ്പിരിച്വൽ എവേക്കനിങ് എന്ന് പറയുന്നത്. ബ്ലിസ്, എൻലൈറ്റ്മെന്റ് എന്ന പദങ്ങളും ഒക്കെയും ഈ സ്പിരിച്വൽ എവേക്കനിങ്ങിനെ സൂചിപ്പിക്കാനായിട്ടാണ്. എപ്പോഴും ബോധോദയം അല്ലെങ്കിൽ ജ്ഞാനോദയം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ശ്രീബുദ്ധനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ. നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. രാജകുമാരനായിരുന്ന, ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന വ്യക്തി അതെല്ലാം ഉപേക്ഷിച്ച് തന്റെ വഴി മറ്റൊന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വഴി തെരഞ്ഞെടുത്ത കഥ. നമ്മളുടെയൊക്കെ ജീവിതത്തിലും സ്പിരിച്വൽ എവേക്കനിങ് സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അത് തിരിച്ചറിഞ്ഞ ആ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് പലപ്പോഴും കഴിയാറില്ല. കാരണം പലപ്പോഴും നമുക്ക് ഈ ഒരു അവസ്ഥ അല്ലെ, സ്പിരിച്വൽ എവേക്കനിങ് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു അവസ്ഥയാണെങ്കിലും ചിലരെങ്കിലും അവരുടെ വഴി അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ വിളി തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് പോകാറുള്ള അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ നല്ല ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ഒരുപാട് ശമ്പളവും അല്ലെങ്കിൽ ആ സ്വപ്ന ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അപ്പൊ പുറമേ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്തിന്റെ ഇതാണ്, സുഖസൗകര്യം കൂടിയതിന്റെ കുഴപ്പമാണ്, അങ്ങനെ പല പല എക്സ്പ്ലനേഷൻ നമ്മളുടെ സമൂഹം നൽകുമെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് അതാണ് അദ്ദേഹത്തിന്റെ വിളി, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അതാണ്, എന്റെ ലൈഫിന്റെ പർപ്പസ്, ഞാൻ ഈ ഭൂമിയിൽ വന്നതിന്റെ അല്ലെ എന്നെ കൊണ്ട് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നത് ഇന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളില് എന്റെ ഒരു പൂർണ്ണത അല്ലെങ്കിൽ എന്റെ ജീവിതത്തിലേക്കുള്ള വഴി ഇതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ സ്പിരിച്വൽ എവേക്കനിങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു അറിവിന്റെ ആ ഒരു തലത്തിന്റെ ആ യാത്രയിലേക്കുള്ളതിന്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പാണെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റെപ്പിനെ കുറിച്ച് വളരെ എളുപ്പമാണ് എന്നൊന്നും ഒരിക്കലും കരുതരുത്. വളരെയധികം ഈ ഒരു അവസ്ഥ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്ന എപ്പോഴും നല്ല സന്തോഷത്തിലൊക്കെ കഴിഞ്ഞിരിക്കുക, അല്ലെ നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ജീവിതാന്തസ് ആളുകളുമൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന ഒരാൾക്ക് പതിയെ പതിയെ ജീവിതത്തിൽ ഇതൊന്നും എനിക്കൊരു സന്തോഷം തരുന്നില്ല, അല്ലെങ്കിൽ ഇതല്ല എന്റെ വഴി, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിൽ കടന്നു വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് സ്പിരിച്വൽ എവേക്കനിങ് എന്ന് പറയുന്ന ആ ഒരു വിളി വന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വഴിയിൽ പോകാനോ പോകണ്ടയോ എന്നൊക്കെയുള്ള തീരുമാനം വ്യക്തിപരമാണ്. ചില വ്യക്തികൾ വിളി സ്വീകരിച്ച് അവരുടേതായ മനസ്സിന്റെ സന്തോഷവും ജീവിതത്തിന്റെ അർത്ഥം തരുന്ന മേഖലകളിൽ പോകുന്നവരുണ്ട്, അതല്ല ഇതിനെ അവഗണിക്കുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ സ്പിരിച്വൽ എവേക്കനിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ, അല്ല നമ്മളുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സംഭവിക്കാം. ഇന്ന ഒരു പ്രായത്തിലെ സ്പിരിച്വൽ എവേക്കനിങ് ഉണ്ടാകൂ എന്നൊന്നുമില്ല. അതുപോലെ തന്നെ സ്പിരിച്വൽ എവേക്കനിങ് ഉണ്ടാകണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണം വേണം എന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ അതുവരെയും ജീവിച്ചിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിത സാഹചര്യങ്ങളോട് നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പ് തോന്നുക, അല്ലെങ്കിൽ ഇതല്ല എന്നുള്ള ഒരു ചിന്തകൾ വരും. ഇനി ചില വ്യക്തികൾക്കാണ് ഈ സ്പിരിച്വൽ എവേക്കനിങ്ങിലേക്കുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ കാണും. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആള് നമ്മളെ വിട്ടു പോയി കഴിയുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്കൊരു അസുഖം വരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്തായിരിക്കും നമ്മൾക്കൊരു പുനർവിചിന്തനത്തിന്റെ ഒരു സമയം എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതൊന്നും അല്ല എങ്കിലും ചിലർക്ക് സ്പിരിച്വൽ എവേക്കനിങ് തോന്നാറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ജീവിതത്തില് നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പകച്ചു പോകും, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രം, ഇതൊക്കെ മനുഷ്യരുടെ ആത്യന്തികമായ ഓരോ മനുഷ്യരുടെയും ജീവിതം എടുത്താൽ അതിന് ആത്യന്തികമായിട്ട് ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ എല്ലാവരും തന്നെ. പലപ്പോഴും നമുക്കതൊന്നും തിരിച്ചറിയാനോ തിരക്കേറിയ ജീവിതത്തിന്റെയോ പലതും വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ ഇതൊന്നും തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകാറുണ്ട്. അതിന്റെ ഫലമോ എല്ലാം കഴിഞ്ഞ്, ഓട്ടം കഴിഞ്ഞ് നമ്മൾ മടുത്തു കഴിഞ്ഞ്, അല്ലെങ്കിൽ നമുക്ക് അവശതയായി ഇരുന്ന് കഴിയുമ്പോൾ കുറ്റബോധമാണ്, ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ വിചാരിച്ച വഴി ഇതല്ലായിരുന്നു എന്നുള്ളത്. അപ്പൊ ആ ഒരു കുറ്റബോധം ഒഴിവാക്കണമെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ വിളി തിരിച്ചറിഞ്ഞ് ആ വഴിയിൽ പോകാൻ തയ്യാറാകണം. നോക്കാം എന്തൊക്കെയാണ് ഈ സ്പിരിച്വൽ എവേക്കനിങ്ങിന്റെ ആ ഒരു ലക്ഷണങ്ങൾ, അല്ലെ ഒരു സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സൈൻ, യു ഫീൽ ഡിസ്കണക്റ്റഡ് ഓർ ഡിറ്റാച്ച്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ജീവിതം നയിച്ചു പോകുന്നു, നല്ല ജോലിയുണ്ട്, കുടുംബത്തിൽ നല്ല അന്തരീക്ഷം, നമ്മൾ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെയും ജോലിയും ഒക്കെ ശ്രദ്ധിച്ചിങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പതിയെ പതിയെ നമുക്ക് ഒരു ഡിറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ എന്തോ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുകയാണ്.
ഇതല്ല, എന്തോ ഒരു സന്തോഷക്കുറവ്, നമ്മൾ അതുവരെയും സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങളൊന്നും നമുക്കൊരു സന്തോഷം തരുന്നില്ല എന്നുള്ള ഒരു തോന്നല്, ജോലിയാണെങ്കിലും ഇത് എനിക്കൊരു സംതൃപ്തി അല്ലെങ്കിൽ ഇതല്ലായിരുന്നു എൻ്റെ വഴി എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ വരികയാണ്. അതോടൊപ്പം നമ്മൾ സന്തോഷത്തോടെ ചെലവഴിച്ചിരുന്ന കൂട്ടുകാരായാലും ഫാമിലിയിലുള്ളവരോടൊക്കെ ആയാലും നമുക്കൊരു ഡിറ്റാച്ച്മെന്റ്, ഒരു അകലം പോലെ നമുക്ക് തോന്നുകയാണ് ആദ്യത്തെ ലക്ഷണം. യു റീ ഇവാലുവേറ്റ് യുവർ ബിലീഫ്സ്. അതുവരെയും ശരിയായിരുന്നു അല്ലെങ്കിൽ സത്യമായിരുന്നു, നന്നായിരുന്നു എന്നൊക്കെ കരുതുന്ന വിശ്വാസങ്ങളെ നിങ്ങൾ മാറ്റിക്കുറിക്കാനായിട്ട് തയ്യാറാവുകയാണ്. ചിലപ്പോൾ അത് മതപരമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ അവരതുവരെ വിശ്വസിച്ചിരുന്ന മതത്തിൽ നിന്നും അവർ മാറി പുതിയൊരു മതം സ്വീകരിക്കുന്നത്. കാരണം അവർക്കും അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ അതുവരെ അവർ വിശ്വസിച്ചിരുന്ന ആ ഒരു ബിലീഫ് എല്ലാം തെറ്റായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോഴാണ് അവരൊരു പുതിയ റിലീജിയൻ അല്ലെങ്കിൽ ഒരു മതത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് മാറുന്നത്. ചില വ്യക്തികളാണെങ്കിൽ അതുവരെയും അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിച്ചിട്ട് തന്റെ പാഷൻ അതിന്റെ പുറകെയായിട്ട് പോകുന്നു. അപ്പൊ എന്തായിരുന്നോ അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസം അതിനെ മാറ്റിക്കൊണ്ട് പുതിയ തരത്തിലുള്ള വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകുന്നതും സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ഒരു സൈൻ തന്നെ. യുവർ ഡ്രീംസ് ആർ മോർ വിവിഡ്. അതുവരെയും എന്താണ് എൻ്റെ യഥാർത്ഥ വഴി എന്നുള്ള ചോദ്യമൊക്കെ ഉള്ളിൽ ഇങ്ങനെ പലപ്പോഴും വരാറുണ്ടെങ്കിലും പതിയെ പതിയെ നമ്മളുടെ സ്വപ്നം എന്ത്, എൻ്റെ യഥാർത്ഥ വഴി എന്താ എന്നൊരു കൃത്യത, ഒരു നമുക്കത് വ്യക്തമായി പതിയെ പതിയെ വരാനായിട്ട് തുടങ്ങുന്നതും ഈ സ്പിരിച്വൽ അവേക്കനിങ് ലക്ഷണമാണ്. ആദ്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെയോ ഒരു കുഴപ്പമായിട്ട് നമുക്ക് തോന്നുള്ളൂ, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. പതിയെ പതിയെ നമ്മളുടെ വഴി എന്താണെന്നുള്ളത് നമുക്ക് തന്നെ പതിയെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും. ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതും സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ലക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അതുവരെയും സന്തോഷമായിട്ട് നമ്മുടെ സുഹൃത്തുക്കളല്ലെ ഫാമിലിയുമായിട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ആ ഒരു വിളി വന്നു കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിലൊന്നും ഒരു സംതൃപ്തി കാണാനായിട്ട് നമുക്ക് കഴിയാതെ വരുന്നു. അങ്ങനെ നമ്മൾ ആ ബന്ധങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പതിയെ വിഡ്രോ ആയിട്ട് ഒന്ന് മാറി നിൽക്കാനായിട്ട് തുടങ്ങുന്നത് ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും. ഞാൻ തനിച്ചാണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരും. പലപ്പോഴും നമ്മൾ പുതിയ ഒരു വ്യക്തിയായിട്ടല്ല പുതിയ പുതിയ വിശ്വാസങ്ങളും പുതിയ പുതിയ ശീലങ്ങളും ഒക്കെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ളവർക്ക് പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവൻ എന്താണ്, അല്ലെ ഇവൾ എന്താണ് ഈ കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഒരു സാലറി ഉള്ള ഒരു ജോലി പെട്ടെന്ന് ഒരു ദിവസം എനിക്കിത് വേണ്ട, അല്ലെ എനിക്കിതൊരു സന്തോഷം തരുന്നില്ല, ഇതൊരു തലവേദനയാണെന്ന് തോന്നി അത് ക്വിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റിനുമുള്ളവരും നമുക്ക് വേണ്ടപ്പെട്ടവരും ഒക്കെ നമ്മുടെ ലൈഫ് കൂടുതൽ സേഫ് ആക്കാനാണ് നോക്കുന്നത്. നമ്മളാണെങ്കിൽ നമ്മളുടെ ആത്മീയമായിട്ടുള്ള സംതൃപ്തിയുമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അല്ലാതെ തന്നെ അത് അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്കെപ്പോഴും നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത, അതുപോലെ തന്നെ ഒരു തിരിച്ചറിവ് നമുക്ക് വരികയാണ്. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും അവരുടേതായ വഴികളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവും ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ സംഭവിക്കാറുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും മറ്റൊരാളെ ചില കാര്യങ്ങൾ തർക്കിക്കുന്ന ഒരു ശീലമുണ്ട്, അല്ലെ. അവര് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതല്ല, ഇന്നതാണ് ശരി എന്ന് പറഞ്ഞ് ആർഗ്യൂ ചെയ്ത് അവിടെ വിൻ ചെയ്യാൻ, ഞാൻ പറയുന്നതാണ് ശരി എന്നൊക്കെ സ്ഥാപിക്കാൻ പോകുന്ന സ്വഭാവമുള്ള ഒരാള് ഈ സ്പിരിച്വൽ അവേക്കനിങ് അല്ലെ ആത്മീയമായ ഒരു ഉണർവുണ്ടാകുമ്പോൾ അവർ അതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. മറ്റുള്ളവരെ പഠിപ്പിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, അല്ലെ അവർക്കൊക്കെ അവരുടേതായ വീക്ഷണങ്ങൾ, അവരുടേതായ വഴികളുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതും ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഗുരു അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം തരുന്ന, നിങ്ങൾ ഏത് മേഖലയിലേക്ക് തിരിയണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടും. ആ ഒരു ടീച്ചറിനെ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ലക്ഷണമാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും പഠിപ്പിക്കുന്ന അല്ലെ അങ്ങനെയുള്ള ഒരാളാകണം എന്നില്ല. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ആ ലക്ഷ്യം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് വഴിയിൽ കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ ഒരു കടയിൽ വെച്ചായാലും നമ്മളൊന്ന് അബദ്ധത്തിലായാലും ഒന്ന് സംസാരിക്കുന്ന ഒരു അപരിചിതനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം നമ്മളുടെ ജീവിതത്തിന്റെ അല്ലെ നമ്മുടെ വഴി എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ സ്പിരിച്വൽ അവേക്കനിങ് നമുക്ക് സംഭവിക്കുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മളുടെ ടീച്ചർ, നമ്മളുടെ ഗുരു നമ്മളെ തേടി വരും. നമ്മളുടെ വഴി എന്താണെന്നും നമ്മളെ ഗൈഡ് ചെയ്ത് നമുക്കൊരു പാത ഒരുക്കി തരും. എങ്ങനെ നിങ്ങൾ പോകണം, എങ്ങോട്ട് നിങ്ങൾ യാത്ര ചെയ്യണം എന്നൊക്കെ അവർ പോലും അറിയാതെ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. യു ഫീൽ മോർ കണക്റ്റഡ് ടു നേച്ചർ. പ്രകൃതിയുമായിട്ട് നമ്മൾ കൂടുതൽ അടുപ്പം നമുക്ക് തോന്നുകയാണ്. കാരണം നമ്മളുടെ ബന്ധങ്ങളൊന്നും അത്ര ദൃഢതയോടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും സാധിക്കുന്നില്ല, അല്ലെ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ കൂടുതൽ നേച്ചറിലേക്ക്, പ്രകൃതിയുമായിട്ട് ഇണങ്ങാണ്ട്
ശ്രമിക്കും. ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ഇത് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്ത് എന്നൊക്കെ പറയും. നമ്മളുടെ ചിന്തകൾ മറ്റൊരു തലത്തിലേക്ക് പലപ്പോഴും പോകാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്പിരിച്വൽ അവേക്കനിങ് ആണ്. അതോടൊപ്പം തന്നെ നമ്മളിൽ പലർക്കും അതുവരെ ഇല്ലായിരുന്നതിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഹാബിറ്റുകളിൽ മാറ്റം വരും. നമ്മൾ സാധാരണ നയിച്ചിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളുടെ എല്ലാ കാര്യത്തിലും, സ്വഭാവത്തിലായാലും നമ്മളുടെ ഹാബിറ്റുകളിലായാലും ചേഞ്ച് വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നേച്ചറിൽ, പ്രകൃതിയിലേക്ക് ഇറങ്ങി ജീവിക്കാൻ ചിലർ ആഗ്രഹിക്കും, ചിലര് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ ആകമാനം നമ്മൾ പോലും അറിയാതെ ചില മാറ്റങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്പിരിച്വൽ അവേക്കനിങ്ങിലെ സാധാരണമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് എമ്പതി, മറ്റുള്ളവരെ സഹായിക്കണം, അതായത് എന്നാൽ കഴിയും വിധം മറ്റുള്ളവരെ സഹായിക്കണം, ഒരു സർവീസ് മെന്റാലിറ്റി വരികയാണ്. അപ്പൊ അതുവരെയും ചിലപ്പോൾ സ്വാർത്ഥപരമായിട്ട് എന്റെ കാര്യം, ഞാൻ, എന്റെ ജീവിതം എന്നൊക്കെ ചിന്തിച്ചിരുന്ന നമ്മള് എന്നാൽ കഴിയും വിധം മറ്റുള്ളവർക്ക്, ഈ സമൂഹത്തോട് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്കാകുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇന്ന് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം എന്റെ ചുറ്റിനും വരുത്തണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ് എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്, അല്ലെ? അതുപോലെ തന്നെ അവർ തിരഞ്ഞെടുക്കുന്ന വഴികളും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്ന വഴികളിലും വ്യത്യാസമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്ഷമയോടെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന വഴി ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചില വ്യക്തികൾ അവർക്ക് തോന്നുന്ന ഒരു ചിന്ത, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുന്നത്, ഞാൻ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ചാൽ പോരെ എന്നുള്ള ഒരു ചിന്തയും മനസ്സിൽ വരാറുണ്ട്. ചില വ്യക്തികൾ ആ ഒരു പാത്തിൽ, സ്പിരിച്വൽ അവേക്കനിങ്ങിൽ എന്നുള്ള ഒരു വിളി വന്നാലും അവരുടേതായ പാത്തിൽ അങ്ങ് പോകുന്ന വ്യക്തികളാണ്. പക്ഷെ പല ആളുകൾക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് സ്വസ്ഥമായി പോകാൻ കഴിയാതെ വരുന്നത് കൊണ്ടാണ് സ്വന്തം വഴി, അല്ലെ നമ്മളുടെ പാഷൻ, നമ്മളുടെ ഒരു ഇന്നർ പീസ്, അല്ലെ നമ്മളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്ന വഴി ഏതാണെന്ന് തിരിച്ചറിഞ്ഞു. അതാണ് നമ്മുടെ ലൈഫിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. മനുഷ്യരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നല്ലൊരു ജീവിത സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊക്കെയാണെന്ന് നമുക്ക് തോന്നും നമ്മുടെ ജീവിത സാഹചര്യം, അല്ലെ മറ്റുള്ളവർ നമ്മൾ കാണുമ്പോൾ. ഇതൊക്കെ നേടിക്കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടിയ ഒരു കാര്യമുണ്ട്, ഉള്ളിലൊരു ആത്മസംതൃപ്തിയും സമാധാനവും. അത് നേടണമെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്നുള്ള ആ ഒരു വിളി, ആത്മീയതയിലേക്കുള്ള വിളി സ്വീകരിച്ചുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമാണ് അടിമുടി നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ മാറ്റം എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകണം. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.